ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും തിളക്കമുള്ള മുഖങ്ങളിലൊന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സംസ്കാരങ്ങളും ഭാഷകളും ജനവിഭാഗങ്ങളും പരസ്പരം ലയിച്ചു ചേരുന്ന ഒരു മഹാത്ഭുതമായി ഈ രാജ്യം മാറിയിരിക്കുന്നു. 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഒത്തുജീവിക്കുന്ന UAE-യിൽ സ്വദേശികളായ വിദേശികൾക്ക് തങ്ങളുടെ മാതൃഭാഷകളിൽ ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ ഈ അമിതമായ ആഗോളവൽക്കരണവും ജനസംഖ്യാപരമായ വൈവിധ്യവും രാജ്യത്തിൻ്റെ സ്വന്തം ഔദ്യോഗിക ഭാഷയായ അറബിയുടെ ഉപയോഗത്തിൽ വലിയ കുറവുണ്ടാക്കിയിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ദേശീയ സ്വത്വവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുന്നതിനായി UAE ഭരണകൂടം ചരിത്രപരമായ ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സമഗ്രമായ ഒരു അറബി ഭാഷാ നിയമം നടപ്പിലാക്കാൻ UAE ഒരുങ്ങുകയാണ്. കസ്റ്റമർ ഫേസിംഗ് ബിസിനസ്സുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അറബി സംസാരിക്കുന്ന ജീവനക്കാരെ നിർബന്ധിതമാക്കുന്ന ഈ പുതിയ നിയമം വരും വർഷങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പുതിയ നിയമനിർമ്മാണം കേവലം ഒരു ഭാഷാപരമായ മാറ്റം മാത്രമല്ല, മറിച്ച് UAE-യുടെ ഭാവി തലമുറകളുടെ സാംസ്കാരിക അടിത്തറ ഭദ്രമാക്കാനുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും വിദേശികളായ ഒരു രാജ്യത്ത് ഔദ്യോഗിക ഭാഷയ്ക്ക് അർഹമായ സ്ഥാനം ഉറപ്പാക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഈ വെല്ലുവിളിയെ നേരിടാൻ നിയമപരമായ ചട്ടക്കൂടുകൾ നിർമ്മിക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപീകരണത്തിനും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും രാജ്യം ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ നിയമം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നും ഇത് ബിസിനസ് മേഖലയെയും പ്രവാസി സമൂഹത്തെയും എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. UAE സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ നാഷണൽ ഐഡന്റിറ്റി ആൻഡ് ആർട്ട് സെക്ടർ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷദ അമീർ അൽ മുല്ല വ്യക്തമാക്കുന്നതനുസരിച്ച് പുതിയ നിയമം രാജ്യത്തിൻ്റെ സാംസ്കാരിക സ്വത്വം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. ഔദ്യോഗിക സ്ഥാപനങ്ങളിലും പൊതുസമൂഹത്തിലും അറബി ഭാഷയുടെ ഉപയോഗത്തിൽ പ്രകടമായ കുറവുണ്ടായിട്ടുണ്ടെന്ന് അധികൃതർ നിരീക്ഷിക്കുന്നു. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 12% മാത്രമാണ് സ്വദേശികളായ എമിറേറ്റുകൾ ഉള്ളത്. ബാക്കി 88% വരുന്ന ജനവിഭാഗം വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ ജനസംഖ്യാപരമായ പ്രത്യേകതയും സാമ്പത്തികമായ തുറന്ന സമീപനവും കാരണം ഇംഗ്ലീഷ് ഭാഷ ബിസിനസ്സിലും ദൈനംദിന ജീവിതത്തിലും വലിയ രീതിയിൽ മേധാവിത്വം സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ സമഗ്രമായ നിയമത്തിൻ്റെ അഭാവം തങ്ങളുടെ ദേശീയ ഐഡന്റിറ്റിയെ ദുർബലപ്പെടുത്തുന്നുവെന്ന് UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദേശ ഭാഷകളുടെ അമിതമായ സ്വാധീനം സമൂഹത്തിൽ ഒരു ഭാഷാപരമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെന്നത് കൗൺസിൽ അംഗമായ സുമയ്യ അബ്ദുള്ള അൽ സുവൈദി നിരീക്ഷിക്കുന്നു. ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും അറബി ഭാഷ പിന്നോട്ട് പോകുന്ന അവസ്ഥ ഭാവി തലമുറകളെ സ്വന്തം സംസ്കാരത്തിൽ നിന്ന് അകറ്റുമെന്ന ആശങ്കയും ശക്തമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് നിയമപരമായ പരിരക്ഷയോടെ അറബി ഭാഷയെ എല്ലാ മേഖലകളിലും നിർബന്ധിതമാക്കാൻ UAE ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തോടെ പുതിയ കരട് നിയമം തയ്യാറാക്കുന്നത്. പുതിയ അറബി ഭാഷാ നിയമം കേവലം ഓഫീസുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നാണ്. ഇതിനായി സാംസ്കാരിക മന്ത്രാലയം 10 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ച് വലിയൊരു സാധ്യതാ പഠനമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗവൺമെൻറ് ഇടപാടുകൾ പൂർണ്ണമായും അറബി ഭാഷയിലാക്കുക അല്ലെങ്കിൽ അറബിക്ക് മുൻഗണന നൽകുക എന്നതാണ് ഇതിൽ ഒന്നാമത്തേത്. കൂടാതെ സാമ്പത്തിക ബിസിനസ് മേഖലകളിലും ഭാഷാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വിദ്യാഭ്യാസം, ഗവേഷണം, സംസ്കാരം, മാധ്യമങ്ങൾ എന്നിവയാണ് ഈ പഠനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് പ്രധാന മേഖലകൾ. ഇവയ്ക്ക് പുറമെ വിവർത്തനവും അറബി ഭാഷാവൽക്കരണവും കൂടുതൽ ശക്തമാക്കും. നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ പിന്തുണയും പ്രോത്സാഹന സംവിധാനങ്ങളും ഒരുക്കും. കുടുംബവും സമൂഹവും തമ്മിലുള്ള ആശയവിനിമയങ്ങളിൽ അറബി ഭാഷയുടെ സ്ഥാനം ഉറപ്പാക്കാനും സാങ്കേതികവിദ്യ, ഡിജിറ്റലൈസേഷൻ എന്നിവയിൽ അറബിയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും നിയമം വിഭാവനം ചെയ്യുന്നുണ്ട്. ഭരണനിർവഹണം അഥവാ ഗവേൺസ്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ കസ്റ്റമർ സർവീസും ആഭ്യന്തര തൊഴിൽ നയങ്ങളും ഈ 10 മേഖലകളുടെ പരിധിയിൽ വരുന്നുണ്ട്. ഇത്തരത്തിൽ സമഗ്രമായ ഒരു ചട്ടക്കൂടിലൂടെ മാത്രമേ ഭാഷയെ വീണ്ടെടുക്കാൻ സാധിക്കൂ എന്നാണ് മന്ത്രാലയത്തിൻ്റെ വിലയിരുത്തൽ. ഈ പുതിയ നിയമത്തിലെ ഏറ്റവും വിപ്ലവകരവും ബിസിനസ് ലോകത്തെ നേരിട്ട് ബാധിക്കുന്നതുമായ കാര്യം സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. ഉപഭോക്താക്കളുമായി നേരിട്ടിടപെടുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ അറബിക് സംസാരിക്കുന്ന ജീവനക്കാരെ നിയമിക്കുന്നത് ഈ നിയമത്തിലൂടെ നിർബന്ധിതമാക്കും. പ്രധാനമായും 4 മേഖലകളെയാണ് ഇതിനായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒന്നാമതായി ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന ആശുപത്രികളും ക്ലിനിക്കുകളും. രണ്ടാമതായി സാമൂഹിക സേവന മേഖലകൾ. മൂന്നാമതായി ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റോളുകൾ. നാലാമതായി പൊതുവായ കസ്റ്റമർ സർവീസ് തസ്തികകൾ എന്നിവയാണവ.
ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ സ്വകാര്യ കമ്പനികൾക്ക് തങ്ങളുടെ ആഭ്യന്തര തൊഴിൽ നയങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും. സ്വദേശികളായ ഉപഭോക്താക്കൾക്കോ അല്ലെങ്കിൽ അറബിക് മാത്രം സംസാരിക്കുന്ന മറ്റ് രാജ്യക്കാർക്കോ തങ്ങളുടെ ആവശ്യങ്ങൾ സ്വന്തം ഭാഷയിൽ തന്നെ നിർവഹിക്കാൻ സാധിക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഔദ്യോഗിക, സിവിൽ, സ്വകാര്യ കമ്പനികളുടെ ആഭ്യന്തര പ്രൊസീജിയറുകൾ അറബിക് ഭാഷയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കർശനമായ നിർദ്ദേശങ്ങൾ പുതിയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്നു. കുട്ടിക്കാലം മുതൽക്കേ ഭാഷാബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ മേഖലയിലും ഈ മാറ്റങ്ങളാണ് ഈ നിയമം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള ഘട്ടങ്ങളിൽ അറബി ഭാഷയുടെ ഗുണനിലവാരവും വ്യാപ്തിയും വർദ്ധിപ്പിക്കാൻ നിയമം നിർദ്ദേശിക്കുന്നു. സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഉയർത്തുകയും കൂടുതൽ വിഷയങ്ങൾ അറബിക്കിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സയന്റിഫിക് മേജറുകൾ അഥവാ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സുകളിൽ അറബിക് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു നിശ്ചിത മിനിമം യോഗ്യത നിർബന്ധമാക്കും. ഇതോടൊപ്പം തന്നെ എല്ലാ വിദ്യാഭ്യാസ ഘട്ടങ്ങളിലുമുള്ള അറബിക് ഭാഷ അധ്യാപകരുടെ നിയമനം, അവരുടെ യോഗ്യതാ പരീക്ഷകൾ, പരിശീലനങ്ങൾ എന്നിവയുടെ നിലവാരം ഉയർത്തും. അക്കാദമിക് സ്ഥാപനങ്ങളിൽ അറബിക് ഭാഷയിലുള്ള ഗവേഷണ പ്രബന്ധങ്ങളും പ്രസിദ്ധീകരണങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക മാനദണ്ഡങ്ങളും ഈ നിയമത്തിന്റെ ഭാഗമായി നടപ്പിലാക്കും. പൊതുസമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമ പരസ്യ മേഖലകളിലും ഈ നിയമം കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലോ ശ്രവ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിലോ വരുന്ന എല്ലാ പരസ്യങ്ങളിലും പ്രൊമോഷണൽ ക്യാമ്പയിനുകളിലും അറബിക് ഭാഷയുടെ സാന്നിധ്യം നിർബന്ധമാക്കിയിരിക്കണം. പൊതുജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഏത് പരസ്യവും അറബിയിലോ അല്ലെങ്കിൽ അറബി പരിഭാഷയോട് കൂടിയോ മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. കൂടാതെ വലിയ കോൺഫറൻസുകൾ, സെമിനാറുകൾ, ഔദ്യോഗിക യോഗങ്ങൾ എന്നിവയിൽ പ്രാഥമിക ഭാഷ അറബിക് അല്ലെങ്കിൽ പോലും കൃത്യമായ അറബിക് വിവർത്തന സൗകര്യം ഒരുക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. ആധുനിക കാലത്തെ ഡിജിറ്റൽ പരിവർത്തനത്തെയും കൃത്രിമ ബുദ്ധിയെയും ഈ നിയമം ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റങ്ങളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും അറബിക് ഭാഷയെ സംയോജിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അധികൃതർ വ്യക്തമാക്കുന്നു. യുടെ നാഷണൽ സ്ട്രാറ്റജി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായി ഇതിനകം തന്നെ അറബിക് AI ഡിക്ഷണറി പോലെയുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ യുഗത്തിലും അറബി ഭാഷ കാലഹരണപ്പെടാതെ പുതുതലമുറയ്ക്ക് പ്രാപ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കുടുംബങ്ങൾക്ക് അറബിയിലുള്ള ഉള്ളടക്കങ്ങൾ ലഭിക്കാനുള്ള അവകാശവും കുട്ടികൾക്ക് സ്വന്തം സംസ്കാരം പരിശീലിക്കാനുള്ള അന്തരീക്ഷവും ഉറപ്പുവരുത്താൻ ഈ നിയമം വഴിയൊരുക്കും. പുതിയ അറബി ഭാഷാ നിയമം കേവലം ഒരു മാർഗനിർദ്ദേശം മാത്രമായിരിക്കില്ല, മറിച്ച് കർശനമായി പാലിക്കപ്പെടേണ്ട ഒരു നിയമ സംഹിത തന്നെയായിരിക്കും. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴകൾ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഷദ അമീർ അൽ മുല്ല വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നിയമത്തിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും അറബി ഭാഷ പ്രോത്സാഹനത്തിന് മികച്ച സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന കമ്പനികൾക്ക് പ്രത്യേക ഇൻസെന്റീവുകളും പ്രോത്സാഹനങ്ങളും നൽകും. മറ്റ് വിദേശ ഭാഷകളെ പൂർണ്ണമായി ഒഴിവാക്കാതെ തന്നെ അറബി ഭാഷയ്ക്ക് അർഹമായ മുൻഗണന നൽകുന്ന രീതിയിലാണ് ഈ നിയമം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനായി അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾ തങ്ങളുടെ പ്രാദേശിക ഭാഷകൾ സംരക്ഷിക്കാൻ സ്വീകരിച്ചിട്ടുള്ള മികച്ച മാതൃകകൾ UAE സാംസ്കാരിക മന്ത്രാലയം വിശദമായി പഠിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ അന്തിമ സാധ്യതാ പഠനം ഉടൻ തന്നെ UAE ക്യാബിനറ്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. ഇനി ഏറ്റവും വലിയ ചോദ്യം മലയാളി പ്രവാസികളെ ഈ നിയമം എങ്ങനെ ബാധിക്കും എന്നതാണ്. UAEയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ നിയമം വലിയ പ്രാധാന്യമുള്ളതാണ്. വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAEയിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം മലയാളികളും ബിസിനസ്, അതുപോലെ റീറ്റെയിൽ, കസ്റ്റമർ സർവീസ് മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ പഴയ പ്രവാസികൾക്കെല്ലാം അറബിക് ഭാഷയിൽ അടിസ്ഥാനപരമായ ആശയവിനിമയം നടത്താൻ സാധിക്കാറുണ്ട്. സൗദി അറേബ്യ പോലെയുള്ള മറ്റ് GCC രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ UAEയിൽ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് പുതുതായി ജോലി തേടി UAEയിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികളെയാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ, മാൾ മാനേജ്മെന്റ്, കസ്റ്റമർ കെയർ തുടങ്ങിയ മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അറബിക് ഭാഷാ പ്രാവീണ്യം ഒരു അധിക യോഗ്യതയോ അല്ലെങ്കിൽ നിർബന്ധിത യോഗ്യതയോ ആയി മാറിയേക്കാം. നിലവിൽ ജോലി ചെയ്യുന്നവർക്കും തങ്ങളുടെ തൊഴിൽ സുരക്ഷിതമാക്കാൻ അറബിക് ഭാഷയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കേണ്ടി വരും. മലയാളി പ്രവാസികൾ ഈ മാറ്റത്തെ ഒരു പ്രതിസന്ധിയായി കാണാതെ പുതിയൊരു ഭാഷ പഠിക്കാനും തങ്ങളുടെ തൊഴിൽ വിപണിയിലെ മൂല്യം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു അവസരമായി കാണുകയാണ് വേണ്ടത്. UAEയുടെ പുതിയ അറബി ഭാഷാ നിയമം ആഗോളവൽക്കരണത്തിന്റെ വേഗതയ്ക്കിടയിലും സ്വന്തം സംസ്കാരത്തെ മുറുകെ പിടിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ്. ലോകത്തെ എല്ലാ സംസ്കാരങ്ങളെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ തന്നെ സ്വന്തം വേരുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ
UAE ഭരണകൂടം നടത്തുന്ന ഈ ശ്രമം മാതൃകാപരമാണ്. ബിസിനസ് സ്ഥാപനങ്ങൾക്കും പ്രവാസി സമൂഹത്തിനും തുടക്കത്തിൽ ചില ക്രമീകരണങ്ങൾ ആവശ്യമായി വരുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന്റെ സാംസ്കാരിക ഘടനയെ കൂടുതൽ ശക്തമാക്കും. സാങ്കേതിക വിദ്യയുടെയും ബിസിനസിന്റെയും ലോകത്ത് അറബിക് ഭാഷയ്ക്ക് പുതിയൊരു ഉണർവ് നൽകാൻ ഈ നീക്കത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രവാസികളായ നമ്മളെല്ലാം ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ പ്രാപ്തരാക്കുകയാണ് ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.